വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോണത് സാൻ ആൻഡ്രിയാസ് ആർ പി അല്ലെങ്കിൽ GTA RP എങ്ങനെ നമുക്ക് ഫോണിൽ കളിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് ആദ്യമേ വേണ്ടത് ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലായിട്ട് സെർവർ ലിങ്ക് അല്ലെങ്കിൽ RP-DC ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുത്തേക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു ഇൻവൈറ്റ് കിട്ടും ഡിസ്കോഡിലേക്ക്, അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു RP കളിക്കാനായിട്ട് പറ്റുക. ഓക്കെ, RP റൂൾസ് ഇങ്ങനെ പറഞ്ഞിട്ട് റൂൾസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ മസ്റ്റായിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് റൂൾസ് ഫുള്ളൊന്ന് വായിക്കുക. കാരണം നമ്മൾ റൂൾസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു RP നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അപ്ലൈ ഫോർ വൈൽഡ്സ് എന്ന് പറഞ്ഞൊരു ചാനൽ കാണാനായിട്ട് പറ്റും. അതിനകത്ത് ഓപ്പൺ ആയി അങ്ങനൊരു ചാനൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ കാണാൻ ഞാൻ ചെയ്താണെങ്കിൽ നോക്കി ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നിങ്ങളെ DM-ലോട്ടൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, DC വൈറ്റ് ലിസ്റ്റ് കിട്ടുക. DC വൈറ്റ് ലിസ്റ്റാണ് നമ്മൾ ഈ ഒരു ഗെയിമിൽ കയറാനുള്ള മെയിൻ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ DC വൈറ്റ് ലിസ്റ്റ് ആദ്യമേ നിങ്ങളുടെ പേര് ചോദിക്കും. അപ്പോൾ ഞാൻ അടിക്കുന്നതാണെങ്കിൽ നിങ്ങൾ അടിക്കരുത്, നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള പേര് തന്നെ അടിക്കുക. ഓക്കെ, പ്രോപ്പറായിട്ട് നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെ കയറുക. അല്ലെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വീണ്ടും അപ്ലൈ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും. RP റൂൾ വയ്ക്കുക. അപ്പോൾ VDM, RDM ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ റൂൾസ് നിങ്ങൾ ജസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇത്ര മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മതി. അതിനുശേഷം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതിനുശേഷം സാമ്പ് യൂസ് ചെയ്യാം. ആപ്ലിക്കേഷൻ എടുത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 800 MB അല്ലെങ്കിൽ ഒരു 2 GB ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറയും. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ മോഡിഫിക്കേഷൻ മോഡ് എന്ന് പറയുന്ന കാര്യം സെറ്റിങ്സിൽ പോയിട്ട് മോഡിഫിക്കേഷൻ മോഡ് ഓൺ ചെയ്തിടുക. അപ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ക്രാഷ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സാമ്പിൾ ലോഞ്ചറിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അതിനകത്ത് സെർവേഴ്സ് എന്ന് കാണാൻ പറ്റും. സെർവേഴ്സിനകത്ത് ഫേവറേറ്റ് എന്ന് കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കോപ്പി ചെയ്യാനായിട്ട് ഒരു IP ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ക്യാരക്ടറിന് ഇടാനുള്ള പേരാണ് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആ ചൂസ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് നെയിം _ സെക്കൻഡ് നെയിം ആ ഒരു ഫോർമാറ്റ് മസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് R വലുതായിരിക്കണം, മോൻ്റെ M വലുതായിരിക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെയിം ഇട്ട് അതിനുശേഷം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വന്ന് ഞാൻ ജസ്റ്റ് പാസ്വേഡ് അടിക്കുന്നേ ഉള്ളൂ. പാസ്വേഡ് സെറ്റ് ചെയ്യണം. അത് തന്നെ ഒന്നും കൂടെ കൺഫേമിങ് ചെയ്യണം. പാസ്വേഡ് അടിക്കുക, അതിനിട്ടൊന്ന് കൺഫേം ചെയ്യുക. അപ്പോൾ 2 വട്ടം ഒരേ പാസ്വേഡ് അടിക്കുക. ഈ ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ വട്ടവും ഗെയിമിലേക്ക് കയറാൻ പറ്റും. പാസ്വേഡ് എല്ലാം അടിച്ച് സെറ്റായതിന് ശേഷം ഡിസ്കോഡിലോട്ട് ചെന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് ഇൻ ഗെയിം നെയിംസ് കാണാൻ പറ്റും. ഇൻ ഗെയിം നെയിംസ് നിങ്ങൾ എന്ത് നെയിമാണോ നിങ്ങളുടെ ക്യാരക്ടറിന് ഇട്ടത് ആ നെയിം കൊണ്ടുവന്നിട്ട് ആ ഇൻ ഗെയിം നെയിംസ് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ നെയിം കൊണ്ടുവരിക, ഇൻ ഗെയിം നെയിംസ് കൊണ്ടുവന്ന് ഇടുക. അപ്പോഴത്തേക്കും അവർ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം മേ ബി എടുത്തേക്കാം. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ടൈം നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് കയറി നോക്കിയാൽ മതി. സാമ്പ് ഓപ്പൺ ചെയ്ത് ഗെയിമിലേക്ക് കയറിയാൽ മതി. നിങ്ങൾക്ക് അക്കൗണ്ട് പാസ്വേഡ് അടിച്ച് കയറുമ്പോൾ നിങ്ങൾ നേരെ ഗെയിമിലേക്ക് കയറും.